ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാർക്കോ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പൊ മാർക്കോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കിണ്ണം കാച്ചി പടം, ഒരു രക്ഷയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, നിങ്ങൾ ഒട്ടും നിരാശപ്പെടത്തില്ല. ആ ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടത്തില്ല. കാര്യം ഞാൻ പല സിനിമകൾക്ക് പോകുമ്പോഴും ഇത് കണക്ക് നിരാശപ്പെട്ടിട്ട് വരാറുണ്ട്. കാര്യം ഒന്നുമില്ലാതെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് ആ സിനിമയെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാനോ ഒരു കാര്യം പോലും ആ സിനിമയ്ക്കകത്ത് കാണുന്നില്ല. പക്ഷെ മാർക്കോ എന്ന് പറയുന്ന സിനിമ അങ്ങനല്ല, ഹൈലി പോസിറ്റീവ് പടമാണ്. ഇപ്പൊ തന്നെ കുറെ റിവ്യൂസ് നിങ്ങൾ കണ്ടു കാണും. ഉറപ്പായിട്ട് നിങ്ങൾ ഈ പടം കണ്ടിരിക്കണം കേട്ടോ. നിങ്ങളൊരു സിനിമ ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻ ലവർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ കണ്ടിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാര്യം ഞാൻ ഇപ്പൊ രാവിലെ 11 മണിക്കുള്ള ഷോയ്ക്കാണ് ഞാൻ പോയത്. എന്നാലും എനിക്ക് അതിനുശേഷമാണ് ഇപ്പൊ വന്ന് ഇരുന്നിട്ടും എനിക്ക് നല്ലൊരു ആ ഒരു പടത്തിൽ അത്രയും അഡ്രിനൽ റഷ് നമുക്ക് തരുന്നുണ്ട്. അത്രയ്ക്കും എഫക്റ്റ് നമ്മളിൽ ആ പടം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉറപ്പായിട്ടും. അതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പൊ ഉണ്ണിമുകുന്ദൻ ആയാലും ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും ബാക്കിയുള്ള മികച്ച ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, വില്ലനിസം എന്നൊക്കെ പറഞ്ഞാൽ വില്ലനിസം അടിപൊളി. വില്ലൻ നല്ലൊരു കിടിലൻ വില്ലൻ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാം ആരാ വില്ലൻ എന്നൊക്കെ. ജഗദീഷും സിദ്ദിഖൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് പേഴ്സണലി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫിലാണ് ഫുള്ള് വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോരക്കളിയുടെ അങ്ങേയറ്റമാണ് ഫുള്ള്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ണടച്ചു പിടിക്കാൻ തോന്നുന്ന അത്രയ്ക്കും വയലൻസ് ആണ് ആ സ്ക്രീനിൽ കാണുന്നത്. നമുക്കാണെങ്കിൽ ചോരക്കളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ചോരക്കളിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചു പിടിക്കേണ്ട അത്രയും ഇത് തോന്നും. പലർക്ക് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. പിന്നെ ഈ പടം A സർട്ടിഫിക്കറ്റ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് സെൻസർ ചെയ്ത് A സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ അറിയാം ആ പടത്തിനകത്ത് എന്തോരം വയലൻസ് ഉണ്ടെന്ന്. പിന്നെ സിനിമയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ പടത്തിന് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിന്റെ പരിസരത്തോട്ട് വരണ്ട. അതേ കണക്ക് ലോല ഹൃദയന്മാരും ആരും അങ്ങോട്ട് അടുക്കണ്ട. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്കും ഉണ്ട് വയലൻസ്. അത്രയ്ക്കും വയലൻസ് ഹെവി വയലൻസ് ആണ് പടം മുന്നോട്ട് വയ്ക്കുന്നത്. അത്രയ്ക്കും വയലൻസ് അറിയാം. അത്രയ്ക്കും വയലൻസ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ രവി ബസ്റൂർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമുക്ക് കറക്റ്റ് ആ മാസിന്റെ പൾസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഒരു KGF-ഉം ഒരു നമ്മുടെ എന്തൊക്കെയാ പിന്നെ ലിയോ ക്ലൈമാക്സ് നമുക്ക് ലിയോ ആയിട്ടൊക്കെ തോന്നും. ചില ഫൈറ്റ് സീൻസ്. പിന്നെ ഉലക്കച്ചക്ക പ്രതീക്ഷിച്ചുകൊണ്ട് ആരും പോണ്ട. ഉലക്കച്ചക്ക ഒക്കെ ഇനി വരുമെന്നൊന്നും അറിയാൻ വയ്യ. അതൊന്നും ഇല്ലായിരുന്നു. അതാരും പ്രതീക്ഷിച്ചു നിരാശപ്പെടേണ്ടെന്നാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്. പിന്നെന്ന് പറയുമ്പോൾ നിങ്ങളൊരു സിനിമ ലവറാണ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ഇഷ്ടപ്പെടാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളെ പോയി കണ്ടിരിക്കണം. പിന്നെയുള്ള മെയിൻ പോസിറ്റീവ്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ പുതിയ ടാലൻസിനെ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അത് പല ക്യാരക്ടേഴ്സ്. ഈ പടത്തിന് പോകുന്നതിന് മുമ്പ് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ പടം നമ്മൾ എങ്ങനെയായിരിക്കും ഹുക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഹനീഫ ദരിയുടെ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ രാമചന്ദ്ര ബോസാൻകോയാണ്. അതിന്റെ അവസ്ഥ നമുക്കറിയാം. പിന്നെ പുള്ളിയുടെ തന്നെ എപ്പോഴും ഒരു നല്ല ഒരു പടം കൊടുക്കുന്ന ഒരു വിശ്വസ്തനായ ഡയറക്ടർ ഒന്നും അല്ല പുള്ളി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി തോന്നിയ കാര്യമാണ്. അത് കണക്ക് തന്നെ ആയിരിക്കും പലർക്കും അഭിപ്രായം വ്യത്യാസമുള്ളവരും കാണും. പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും നല്ല പടം പുള്ളി ഫസ്റ്റ് ചെയ്ത പടം തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാര്യം എന്ന് വെച്ചാൽ ഗ്രേറ്റ് ഫാദറിന്റെ അത്രയും ഉള്ള നല്ല പടം ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത്രയ്ക്കും ഗ്രേറ്റ് ഫാദർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഹനീഫ ദരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഇന്ന് റിലീസായ മാർക്കോ എന്ന് പറയുന്ന ഫിലിം. കാര്യം പുള്ളി അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ പുള്ളി പണി എടുത്തിട്ടുണ്ട്. ഈ പടം നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ എഫക്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം, ഇതേ കണക്കത്തെ ഒരു വയലന്റ് ഫിലിം. ഞാൻ കില്ലൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നിയത് എന്താണ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വരുന്നതെന്നൊക്കെ. പക്ഷെ കില്ല് ഇപ്പൊ അനിമലിലുള്ള കുറെ വയലൻസ് സീന്, ഇപ്പൊ നമ്മുടെ KGF-ലുള്ള കുറച്ച് റെഫറൻസ് എനിക്ക് അതേ കണക്ക് തോന്നി. പിന്നെ ഉണ്ണിമുഖത്തിന്റെ ഇൻട്രോ നൈസ് ആയിരുന്നു കേട്ടോ. ഏറ്റവും ഈ മലയാളത്തിൽ ഇതുവരെ വന്നതിൽ ഒരു മലയാള ആക്ടർ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻട്രോ പുള്ളിക്ക് മാർക്കോ എന്ന ഫിലിമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പടം നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.